ഹെയർ ഇഷ്യൂനല്ലേ എന്റെ പ്രശ്നം. കസ്റ്റമേഴ്സും പറയണത് മുടിയുടെ ഇഷ്യൂ. എനിക്കാണെങ്കിൽ ഡോക്ടറെ നല്ല മുടി കൊഴിച്ചിലും ഉണ്ട്. ആഹാ, കൊള്ളാലോ. അപ്പൊ എല്ലാവർക്കും മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള് നമ്മുടെ ഹെയർ കെയർ കോംബോ യൂസ് ചെയ്യാറില്ലേ? അതില് ഓയില് തേക്കണ്ടേ? എനിക്ക് ഓയില് തേക്കാൻ വലിയ താല്പര്യം ഇല്ല. അത് അങ്ങനെയല്ല മോളെ. കാര്യം നമ്മുടെ കോമ്പിനേഷനിൽ വരുന്ന കേശി ഹെയർ ഓയിലും ഹെർബാവിറ്റയും ജീവനീകണർക്കും അല്ലേ എണ്ണ ശരിക്കും തേക്കണം. നമ്മുടെ ആയുർവേദത്തിൽ അങ്ങനെയല്ലേ പറയണേ. നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള നറിഷ്മെന്റ് കിട്ടാനൊക്കെ ഈ എണ്ണ തേപ്പ് വളരെ നല്ലതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ബാക്കി 2 മരുന്നില്ലേ, നമ്മുടെ ഹെർബാവിറ്റയും ജീവനീകണർക്കും. ഈ ജീവനീകണാർക്കത്തിലെ ജീവകം, ഇടവകം തുടങ്ങിയ മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ഹെർബാവിറ്റ അതിൽ 51 മരുന്നുകൾ, ശിലാജിത്ത് അടക്കമുള്ള മരുന്നുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ മരുന്നുകളുടെ കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഈ ഒരു ഓയിൽ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. മറ്റു മരുന്നുകൾ ഇന്റേണലി യൂസ് ചെയ്യുമ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒക്കെ മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പേഷ്യന്റിന്റെ പ്രശ്നം എന്താ? ആൾക്കും ഇത് തന്നെ, മുടി നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നമ്മുടെ ഈ ഹെയർ കെയർ കോംബോ ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ. കേശി ഹെയർ ഓയിലും ജീവനീകണാർക്കും അതിന്റെ ഒപ്പം തന്നെ ഹെർബാവിറ്റയും. എങ്കിലേ മുടി കൃത്യമായ രീതിക്ക് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ഡോക്ടറെ.